നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. യാത്ര സൗജന്യമാണ്, പക്ഷേ ടിക്കറ്റ് എടുക്കണം. പദ്ധതി അട്ടിമറിക്കാനും നീക്കം. ചുരുങ്ങിയ സമയത്ത് പ്രദീപന്റെ കയ്യിൽ ഏതെല്ലാം ഫയലുകൾ എത്തി? സ്വർണ്ണക്കൊള്ളക്കേസിൽ അട്ടിമറിയോ? പകർച്ചവ്യാധികൾ നേരിടാൻ നടപടിയെടുക്കാത്തത് ജനങ്ങളോടുള്ള ക്രൂരത. LDF കൺവീനർ. അണ്ടർ 19-18 ലോക സ്കൂൾ വോളി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ ടീമിൽ കണ്ണൂരിന്റെ ആതിഥ്യ. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണം. LIC എംപ്ലോയീസ് യൂണിയൻ. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെങ്കിൽ ആദ്യം അങ്ങ് തുടങ്ങണം. സതീശനോട് K സുരേന്ദ്രൻ. CPM മാണ്ടായി ഏരിയ സെക്രട്ടറി V വിനോദ് അന്തരിച്ചു. യാത്ര സൗജന്യമാണ്, പക്ഷേ ടിക്കറ്റ് എടുക്കണം. പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന KSRTC പ്രിയദർശിനി പദ്ധതി ഓർഡിനറി ബസ്സുകളുടെ യാത്ര തിങ്കളാഴ്ച ആരംഭിക്കും. 7 വിഭാഗം ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യമായി യാത്ര ചെയ്യാവുന്നതാണ് പദ്ധതി. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ് പദ്ധതി. തിങ്കളാഴ്ച രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു പിന്നാലെ സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും പ്രിയദർശിനി പദ്ധതി സൗജന്യ യാത്ര ലഭ്യമാകും. ഉദ്ഘാടന സർവീസിൽ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ ബസ്സിൽ യാത്ര ചെയ്യും. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ 7 വിഭാഗങ്ങളിലാണ് സൗജന്യ യാത്ര. എന്നാൽ തിരുവനന്തപുരം ഉൾപ്പെടെ നിരവധി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് എന്ന പേരിലാക്കി മാറ്റിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം സർക്കാർ തന്നെ അട്ടിമറിക്കുകയെന്നാണ് ആക്ഷേപം. ശ്രദ്ധിക്കണം. ബസ്സിൽ കയറിയാൽ പഴയതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. പണം നൽകേണ്ടതില്ലെന്നേയുള്ളൂ. ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര കുറ്റകരമാണ്. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ 500 രൂപ പിഴ നൽകേണ്ടി വരും. ഒപ്പം 5 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് നിർബന്ധമായി പകുതി ടിക്കറ്റ് എടുക്കണം. പ്രായം 12 ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ടിക്കറ്റിനുള്ള പണം നൽകി ടിക്കറ്റ് എടുക്കണം. പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്, എന്നാൽ ആൺകുട്ടികൾക്ക് സൗജന്യമല്ല. സ്ത്രീകൾക്ക് ടിക്കറ്റ് ചാർജ് നൽകേണ്ടതില്ലെന്നേയുള്ളൂ. മറ്റ് യാത്രക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും നിങ്ങൾക്കും ബാധകമാണ്. സ്റ്റോപ്പ്, സംവരണ സീറ്റ്, മറ്റ് ട്രാഫിക് നിയമങ്ങൾ എന്നിവ എല്ലാവർക്കും ഒരുപോലെ തന്നെ. സംവരണ സീറ്റ് മാനിക്കുക. സ്ത്രീകൾ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവരുടെ സീറ്റ് സംവരണം പാലിക്കപ്പെടണം. ചുരുങ്ങിയ സമയത്ത് പ്രദീപിന്റെ കയ്യിൽ ഏതെല്ലാം ഫയലുകൾ എത്തി? സ്വർണ്ണക്കൊള്ളക്കേസിൽ അട്ടിമറിയോ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതായി സംശയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേസിലെ മുഖ്യപ്രതിയുടെ അഭിഭാഷകനായ KB പ്രദീപിനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിൽ അനാവശ്യ തിടുക്കമുണ്ടായിട്ടുണ്ട്. പ്ലീഡർ സ്ഥാനം രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചതായി കാണാനാകില്ല. ചുമതലയിൽ ഉണ്ടായിരുന്ന ചുരുങ്ങിയ സമയത്ത് പ്രദീപന്റെ കയ്യിൽ ഏതെല്ലാം ഫയലുകൾ എത്തിയെന്നും എന്തെല്ലാം ചെയ്തെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് പിണറായി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് സംശയാസ്പദമായ നടപടിയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണെന്ന് പ്രത്യേക അന്വേഷക സംഘം കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ വെറും ചെമ്പുപാളിയാണ് നൽകിയതെന്നായിരുന്നു കോടതിയിലും പുറത്തും സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ പ്രതി പറഞ്ഞിരുന്നത്. പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെയാണ് UDF സർക്കാർ ദേവസ്വത്തിന്റെ പ്ലീഡറായി നിയമിച്ചത്. ഇതിൽ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചു എന്നതിൽ സംശയമുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്തത് നിയമവകുപ്പ് കണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി അംഗീകരിച്ചു മന്ത്രിസഭയിലേക്ക് പോകുകയുമാണ് സാധാരണഗതിയിലെ നടപടികൾ. ഈ നടപടിക്രമങ്ങൾ ഇവിടെ പാലിച്ചു. നിയമനത്തിൽ സ്വീകരിച്ച അനാവശ്യ ധൃതി എന്തിനായിരുന്നു? രാജിവെച്ചതോടെ എല്ലാം അവസാനിച്ചെന്ന് കാണാനാകില്ല. ദേവസ്വത്തിന്റെ പ്ലീഡറായി നിയമിതനായ
നിമിഷം മുതൽ എന്തെല്ലാം രേഖകൾ കയ്യിലെത്തിയെന്നത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. ദേവസ്വം വകുപ്പിന്റെ കയ്യിലുള്ള നിർണായക വിവരങ്ങൾ പ്ലീഡറുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ? ഇതിൽ അന്വേഷണം നടത്തണം. ഏതെങ്കിലും രേഖകൾ ആ അഭിഭാഷകന്റെ കയ്യിലുണ്ടെങ്കിൽ കണ്ടെത്തി അങ്ങനെയെങ്കിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പൊന്മുടി എക്കോ ടൂറിസം കേന്ദ്രം തിങ്കളാഴ്ച തുറക്കും. പൊന്മുടി എക്കോ ടൂറിസം കേന്ദ്രം തിങ്കളാഴ്ച തുറക്കും. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ് പൊന്മുടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നത്. കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് എക്കോ ടൂറിസം കേന്ദ്രം തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുക. ഈ കഴിഞ്ഞ ജൂൺ 8-നാണ് പൊന്മുടി എക്കോ ടൂറിസം കേന്ദ്രത്തിൽ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നത്. ഈ മാസം 17 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ മഴ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പുരോഗമന കലാസാഹിത്യ സംഘം നായാട്ടുപാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച 2ാമത് മാഗസിൻ ഉറവ തേടുന്ന വേരുകളുടെ പ്രകാശനം പ്രശസ്ത കവി വീരാൻകുട്ടി നിർവഹിച്ചു. ഭാഷ എങ്ങനെയൊക്കെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിവെച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കൂടാളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജില കേസിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. പുഗാസ മേഖലാ സെക്രട്ടറി കെ ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ് കൂടാളി, എഴുത്തുകാരായ വിനോബ TV, ഷൈനി പ്രതാപ്, പ്രസീത PP, പുരുഷോത്തമൻ പട്ടാനൂർ, സുഷമ്മ പാണലാട്, പത്മിനി കോടോളിപ്രം, മാലതി CK, വിനോദ് മുട്ടന്നൂർ, ദേവ്ന KP, ഷീജ വിനോദ്, K കുഞ്ഞിക്കണ്ണൻ, പട്ടാനൂർ അജേഷ് C, രാജീവൻ മരുതായി എന്നിവർ സംസാരിച്ചു. നിഖിൽ C സ്വാഗതവും VK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആത്മജയ്ക്ക് നന്ദിയും പ്രകാശിപ്പിച്ചു. പ്രധാന ട്രെയിനുകൾക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റോപ്പ് അനുവദിക്കണം, നിവേദനം നൽകി. മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സക്കായി എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെയും പൊതുജനങ്ങളുടെയും യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനായി തലശ്ശേരി വഴി കടന്നുപോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യത്തിന്റെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്ററിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഒപ്പുകൾ സഹിതമുള്ള നിവേദനം വടകര MP ഷാഫി പറമ്പിലിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകാനുള്ള നിവേദനവും MP-ക്ക് കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നായ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി രോഗികളാണ് ദിനംപ്രതി എത്തുന്നത്. എന്നാൽ തലശ്ശേരി വഴി സർവീസ് നടത്തുന്ന 40-ലേറെ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാത്തതു കാരണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. രോഗികളുടെ സൗകര്യം, പൊതുജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങളും പരിഗണിച്ചാണ് പ്രധാന ട്രെയിനുകൾക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിനു തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടത്. മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ സതീശൻ V, കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി, ജനറൽ സെക്രട്ടറി ചന്ദ്രൻ KM, വൈസ് പ്രസിഡന്റ് PK സുരേഷ്, മേജർ P ഗോവിന്ദൻ, ട്രഷറർ മുഹമ്മദ് നിസാർ പടിപ്പുരക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. RSS പരിപാടിയിൽ VC-മാർ ഒടുവിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. RSS തലവൻ മോഹൻ ഭഗവതിനൊപ്പം കേരളത്തിലെ 3 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ മൗനം വെടിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ഗുരുതരമായ സംഭവം ചർച്ചയായി മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. ഞായറാഴ്ച വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാർ ഇക്കാര്യത്തിൽ എന്തിനാണ് മൗനം പാലിക്കുന്നത് ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശൻ ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കി VC-മാരെ തള്ളിപ്പറഞ്ഞു. സമാനമായ രീതിയിലാണ് മന്ത്രി റോജിയുടെയും പ്രതികരണം. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്ത സംഭവം അത്യന്തം ഗുരുതരമായ പ്രശ്നമെന്ന് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലായിരുന്നു, തെറ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തോട് ഏറ്റുപറയാനുള്ള മാന്യതയും ആവർത്തിക്കാതിരിക്കാനുള്ള സാമൂഹ്യ ബോധവും VC-മാരിൽ നിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻ ഭഗത് സംഘടിപ്പിച്ച സംവാദത്തിലാണ് അതിഥികളായി കേരള MG മലയാള സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലും MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ T മാവത്തും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദുമാണ് RSS ശബ്ദാദിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കവടിയാറിലെ ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ മോഹൻ ഭഗവതിന്റെ പ്രഭാഷണ സഭയിൽ
ചട്ടം ലംഘിച്ച് പങ്കെടുത്തത്. ഔദ്യോഗിക വാഹനത്തിലാണ് VC-മാർ എത്തിയത്. ഗവർണറുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഹരി എസ് കർത്തയും പങ്കെടുത്തു. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നും എല്ലാവരും RSSൽ ചേരണമെന്നും മോഹൻ ബഹാദ് പരിപാടിക്കെത്തിയവരോട് പറഞ്ഞു. മാധ്യമങ്ങളെ ചടങ്ങിൽ വിലക്കിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നതിനെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ എന്തുകൊണ്ടാണ് എതിർക്കാൻ മടിക്കുന്നതെന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. അണ്ടർ 18 ലോക സ്കൂൾ വോളി ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ ടീമിൽ കണ്ണൂരിന്റെ ആദിത്യ. ചൈനയിൽ ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അണ്ടർ 18 വേൾഡ് സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതികരിച്ച് കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനി M ആദിത്യയും. പെൺകുട്ടികളുടെ ടീമിൽ കേരളത്തിൽ നിന്നുള്ള ഏക അംഗമാണ് ആദിത്യ. +2 ബയോസയൻസ് വിദ്യാർത്ഥിനിയാണ് ഈ 16-കാരി. പാലക്കാട് വടക്കാഞ്ചേരിയിലെ വർക്ക്ഷോപ്പ് തൊഴിലാളി M മുരളീധരന്റെയും MP ബീനയുടെയും മകളാണ്. പാലക്കാട്ടെ തൃപ്പന്നൂർ സ്കൂളായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ വോളിബോളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആദിത്യയ്ക്ക് കോച്ച് ഷാജി എബ്രഹാമായിരുന്നു ബാലപാഠങ്ങൾ നൽകിയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോച്ച് പ്രമോദിന്റെ നേതൃത്വത്തിൽ നടന്ന സെലക്ഷൻ ട്രയൽസിൽ സ്പോർട്സ് സ്കൂളിലേക്ക് വഴി തുറന്നു. 5 വർഷമായി ഇവിടെയാണ് പഠനവും പരിശീലനവും. നവ്യ കലീഷ്, K ശില്പ, സീനിയർ കോച്ച് T ബാലചന്ദ്രൻ എന്നിവരാണ് പരിശീലകർ. കഴിഞ്ഞ വർഷത്തെ അണ്ടർ 17 ദേശീയ സ്കൂൾ ഗെയിംസിൽ ആദിത്യ ഉൾപ്പെട്ട കേരള ടീം വെങ്കലം നേടിയിരുന്നു. ടൂർണമെന്റിലെ ബെസ്റ്റ് ലിബറോ ആയി ആദിത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. 3 വർഷമായി കേരള ടീമിന് വേണ്ടി കളിക്കുന്നു. സഹോദരി M ആതിരയും വോളിബോൾ താരമാണ്. സംസ്ഥാനതല മത്സരങ്ങളിൽ ആതിര നിരവധി തവണ പാലക്കാട് ജില്ലയെ പ്രതികരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ജൂലൈ 1 മുതൽ 10 വരെ ചൈനയിലെ ഷാങ്ലൂവിലാണ് ചാമ്പ്യൻഷിപ്പ്. ബംഗളൂരുവിൽ പരിശീലനത്തിനുള്ള ഇവർ ജൂൺ അവസാന വാരം ചൈനയിലേക്ക് തിരിക്കും. ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററും കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി ലഹരി വിരുദ്ധ ചിത്രരചന ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. LKG മുതൽ ഹൈസ്കൂൾ വരെ വിവിധ കാറ്റഗറികളിലാണ് മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്കുള്ള സമ്മാന വിതരണം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യും. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മത്സരങ്ങൾ മേജർ P ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി ഉദ്ഘാടനം ചെയ്തു. MCC കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരായ AP നീതു, ഫിൻസെം ഫിലിപ്പ് എന്നിവർ രക്ഷിതാക്കൾക്ക് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്വിസ് മത്സരത്തിന്റെ അവതരണം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മള നടത്തി. ഡോക്ടർ അബ്ദുറഹ്മാൻ കുളത്തായി, നിസാർ പടിപ്പുരക്കൽ, TM ദിലീപ് കുമാർ, അച്ചൂട്ടി മാസ്റ്റർ, BT കുഞ്ഞു, സുമയ്യ, CP അനിത, ഹസ്ന ബൈജു എന്നിവർ സംസാരിച്ചു. MCC വിജിലൻസ് ഓഫീസർ PK സുരേഷ് സ്വാഗതവും KM ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണം LIC എംപ്ലോയീസ് യൂണിയൻ. LICയിൽ ക്ലാസ് 3, 4 വിഭാഗത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആയിരക്കണക്കിന് തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നും ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ വിദേശ കമ്പനികളുടെ സമഗ്ര ആധിപത്യത്തിന് വഴിതെളിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ പിൻവലിക്കണമെന്നും LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിച്ച കോർഡിനേഷൻ കൺവീനർ MK പ്രേംജിത്തിനുള്ള സ്വീകരണവും V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതികളായ PP കൃഷ്ണൻ, K അശോകൻ, IK ബിജു, MJ ശ്രീറാം, K ഷാജി, അനു കവടിശ്ശേരി, അമൽ രവി, K പ്രദീപ് കുമാർ, TMV ജയൻ, P ഈശ്വരൻ, PP അശോകൻ, NP ഷാജി, PC രാമൻ, MH രാജേഷ്, K അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. CC വിനോദ് സ്വാഗതവും T മണി നന്ദിയും പറഞ്ഞു. കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളായി CC വിനോദ് കൺവീനർ, PP മോഹനൻ, രമേശ് പുതിയർക്കൽ ജോയിന്റ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. പകർച്ചവ്യാധികൾ നേരിടാൻ നടപടിയെടുക്കാത്തത് ജനങ്ങളോടുടെ ക്രൂരത LDF കൺവീനർ. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും യോജിപ്പിച്ചു അണിനിരത്തുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇത് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായി നിരവധി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. പകർച്ചവ്യാധികൾക്കെതിരായി ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെട്ട ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ വ്യാജ ആരോപണം ഉന്നയിച്ചു ഏകപക്ഷീയമായി സ്ഥലം മാറ്റുകയും
അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തുകയും ചെയ്തു. ചട്ടവിരുദ്ധ സ്ഥലം മാറ്റങ്ങൾ എതിർത്തതാണ് സ്ഥലമാറ്റത്തിനും അച്ചടക്ക നടപടിക്കും കാരണമായതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം നടപടികൾ നീതീകരിക്കാനാകില്ലെന്നും ടി.പി. രാമകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് കൊണ്ട് ജനജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിപ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പിടികൂടിയപ്പോൾ അതിനെ നേരിടാൻ കേരളം കാണിച്ച മാതൃകകൾ ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ അനുഭവങ്ങൾ പരിഗണിക്കാതെ ആരോഗ്യവകുപ്പ് മന്ത്രി സ്വീകരിച്ച നടപടികൾ ഇതിനകം കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. എരണം കെട്ടവൻ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് പകർച്ചവ്യാധികൾ രൂപപ്പെടുന്നത് എന്നതായിരുന്നു LDF ഭരണകാലത്ത് എപ്പോഴത്തെയും ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. കരുണാകരന്റെ കാലത്തും ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും വവ്വാലുകൾ ഉണ്ടായിരുന്നെന്നും പരിഹസിച്ചിരുന്നു. എന്നാൽ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഏതൊരു ശ്രമത്തിനും പിന്തുണ നൽകുക എന്നതാണ് LDF നിലപാടെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ഞായർ രാവിലെ 5-നായിരുന്നു അന്ത്യം. 2000 മുതൽ 14 വർഷം CPIM മാടായി ലോക്കൽ സെക്രട്ടറിയായും കുറച്ചുകാലം CPIM കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ സെക്രട്ടറിയായും ചുമതല നിർവഹിച്ചു. 2023 ഡിസംബർ മുതൽ CPIM മാടായി ഏരിയ സെക്രട്ടറിയായി. ബാലസംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, SFI ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, ബാലസംഘം ജില്ലാ രക്ഷാധികാരി സെക്രട്ടറി, ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. വിദ്യാർത്ഥി കാലത്ത് SFI കണ്ണൂർ ജില്ലയിലെ സംഘടനയെ ധൈര്യം നയിച്ച വിനോദ് പിന്നീട് CPIM മാടായി ഏരിയയുടെ ഭാഗമായി പ്രവർത്തിച്ചു. മാടായി ലോക്കലിൽ CPIM സംഘടനാ പ്രവർത്തനം സജീവമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിനോദ് നടത്തിയ പ്രവർത്തനം മാടായി ലോക്കലിൽ CPIM-നെ സജീവമാക്കി. മാടായി പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചു. CPIM ഏരിയ കമ്മിറ്റി ഓഫീസും വീട്ടിലും പൊതുദർശനത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി തുടങ്ങിയവരും നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ അടുത്ത് പൊതുശ്മശാനത്തിൽ നടത്തി. കണ്ണൂർ വിമാനത്താവളത്തിന് നേരെ ബോംബ് ഭീഷണി. വ്യാജ ബോംബ് ഭീഷണിയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സംഭവത്തിൽ മട്ടന്നൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വിമാനത്താവളത്തിന്റെയും 2 എയർലൈൻ ഓപ്പറേറ്റർമാരുടെയും ഇമെയിൽ ഐഡികളിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിമാനത്താവളം ഒരു ബോംബ് സ്ഫോടനത്തിൽ തകർക്കുമെന്നും അതിനായി സ്ഫോടക വസ്തുക്കൾ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആയിരുന്നു ഭീഷണി. തുടർന്ന് വിമാനത്താവളത്തിലും വിമാനങ്ങളിലും സമഗ്ര പരിശോധന നടത്തി. പിന്നാലെ ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. വിമാനത്താവള അസിസ്റ്റന്റ് മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് BNS, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, കേരള പോലീസ് ആക്ട് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഗൂഗിളിന്റെ സഹായം തേടുന്നുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. RSS പരിപാടിയിൽ പങ്കെടുത്തവർ മാപ്പ് പറയണമെങ്കിൽ ആദ്യം അങ്ങ് തുടങ്ങണം. സതീശനോട് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രി VD സതീശൻ RSS വേദിയിലെത്തിയ സംഭവം വീണ്ടും ഓർമ്മിപ്പിച്ച് BJP നേതാവ് K. സുരേന്ദ്രൻ. RSS വേദിയിലെത്തിയ വൈസ് ചാൻസലർമാർ മാപ്പ് പറയണമെന്ന സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞ് തുടങ്ങിക്കോ എന്നായിരുന്നു K. സുരേന്ദ്രന്റെ കമന്റ്. 2006 പറവൂരിൽ നടന്ന ഗോൾവാൾക്കർ ജന്മശതാബ്ദി ചടങ്ങിൽ സതീശൻ പങ്കെടുത്ത പഴയ സംഭവം ഓർമ്മിച്ചാണ് സുരേന്ദ്രൻ പരിഹാസവുമായി രംഗത്തെത്തിയത്. RSS ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കവടിയാറിലെ ഉദയ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മോഹൻ ഭാഗവതന്റെ പ്രഭാഷണ സഭയിൽ കേരള MG മലയാളം സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിൽ മുഖ്യമന്ത്രി ഒരു പ്രതികരണവും നടത്താത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ സതീശന്റെ മൗനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് ഗന്ധിതരമില്ലാതെ സതീശൻ പോസ്റ്റുമായി എത്തിയത്. തീവ്ര വർഗീയത പറയുന്നവരുടെ പരിപാടിയിൽ പങ്കെടുത്ത BC-മാർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നായിരുന്നു സതീശന്റെ പോസ്റ്റ്. ഇതിന് താഴെയാണ് സുരേന്ദ്രൻ റീകൗണ്ടറുമായി എത്തിയത്. RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നായിരുന്നു സുരേന്ദ്രന്റെ കമന്റ്. മുഖ്യമന്ത്രി എറിഞ്ഞ മാപ്പ് പ്രയോഗം കറങ്ങിത്തിരിഞ്ഞ്
അദ്ദേഹത്തെ തന്നെ കൊള്ളുന്ന രീതിയിൽ സുരേന്ദ്രൻ തിരിച്ചടിച്ചത് സൈബർ ലോകത്ത് ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 2006 പറവൂരിൽ നടന്ന RSS ചടങ്ങിൽ വി ഡി സതീശൻ പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. സതീശൻ RSSുമായി എന്ത് ഡീലാണ് ഉറപ്പിച്ചത് എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാതെ സതീശൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സതീശന്റെ പോസ്റ്റ് താഴെ ട്രോളുകളുടെ പൂരമാണ്. അന്ന് വിളക്ക് കൊളുത്തിയതിന് താങ്കൾ എന്നാണ് മാപ്പ് പറയുക എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. അതേസമയം ആദ്യം സ്വയം മാപ്പ് പറഞ്ഞ് മാതൃക കാണിക്കൂ, അതിലെ ഹീറോയിസം എന്ന കമന്റുകളുമായും ആളുകൾ രംഗത്തെത്തി. സർവകലാശാലകളിൽ കവിവൽക്കരണത്തിന് വഴി തുറന്നപ്പോൾ നോക്കി നിന്നവർക്ക് ഇപ്പോഴാണോ ബോധം വന്നതെന്നാണ് മറ്റു ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചോദിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.